ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല. ഇനിയിപ്പോൾ മൈദയിലായാലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഗോതമ്പ് പൊടി ആകുമ്പോൾ ഒന്നുകൂടി ഹെൽത്തി ആവുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ട് അതിലേക്ക് ലേശം ഒരു 1/2 ടേബിൾ സ്പൂണോളം കരിഞ്ജീരകവും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പൊടി നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ പൊടിക്ക് വെള്ളമൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം നമുക്ക് പൊടി കുഴക്കണതിന് മുമ്പ് തന്നെ ആ ഒരു പച്ചക്കറികൾ ഉണ്ടല്ലോ അതൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3-4 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചെടുത്തിക്കണേ. പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് ലേശം കടുക് ഇട്ടെടുത്തിട്ടുണ്ട്. ആ കടുകും കൂടി പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ മുറിച്ചിന് ഇഞ്ചി ഉണ്ടല്ലോ ചെറുതായിട്ട് കട്ട് ചെയ്ത് ആ ഒരു ഇഞ്ചി ഇതിലേക്ക് ഇട്ടെടുത്തിട്ട് പിന്നെ അതുപോലെ തന്നെ പച്ചമുളകും കൂടി ഇട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് മൂക്കട്ടെ കേട്ടോ. ഈ ഒരു ഇഞ്ചും പച്ചമുളകും ആ ഒരു പച്ചച്ചൊയ്യും ഒക്കെ പോയിട്ട് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിന് ആ ഒരു സവാളയും ക്യാരറ്റും ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഈ ഒരു ഇഞ്ചും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീ ലേശം കുറച്ച് വെച്ചാലും, പക്ഷേ ഈ ഉള്ളിയും ഇതൊന്നും ഇട്ട് കൊടുക്കുമ്പോൾ ഇനിയിപ്പോൾ തെല്ല് കുറച്ചേക്കണം എന്നൊന്നുമില്ല കേട്ടോ. കാരണം കരിഞ്ഞു വേണ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതും കൂടി കഴിഞ്ഞതിന് ശേഷം ഇനി ഞാൻ ഇട്ട് കൊടുത്തത് എന്താ വെച്ചാൽ പച്ചപ്പട്ടാണിയാണ് കേട്ടോ. അപ്പം ഞങ്ങളോട് പറഞ്ഞില്ലേ ഞാൻ പച്ചപ്പട്ടാണി പച്ചക്കടല എന്നൊക്കെ പറയുന്നുണ്ടെന്ന്. അപ്പോൾ ഗ്രീൻ പീസ്, അപ്പോൾ ഗ്രീൻ പീസ് ഞാനൊരു 1/2 ഗ്ലാസോളം ഞാൻ കുറച്ചൊരു 2-3 മണിക്കൂർ മുമ്പൊന്ന് വെള്ളത്തിട്ട് കാണ്ടേ ഒന്ന് കുക്കറിൽ വെച്ചിട്ടാണ്ട് ഒന്ന് കൂക്കിച്ചിന് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഗ്രീൻ പീസും അതിൻ്റെ കൂടെ ഞാനൊരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഉരുളൻകിഴങ്ങും ഉണ്ടേനി, അതും കൂടി അതിൻ്റെ കൂടെ കൂക്കിച്ചിക്കണേ. അപ്പോൾ ആ ഉരുളൻകിഴങ്ങ് അവിടെ നിൽക്കട്ടെ, ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, പിന്നെ കാണിച്ചു തരാം. ഇതിപ്പോൾ എന്താ വെച്ചാൽ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കണ പൊടികൾ എന്തൊക്കെയാ വെച്ചാൽ ഒരു ലേശം 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ട് ലേശം ഒരു 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും കൂടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ മുളക് പൊടിൻ്റെയും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിൻ്റെയും ഒക്കെ പച്ചമണം മാറുന്നവരെ ഒന്നിങ്ങോട്ട് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് ലേശം ഒരു 1/2 ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങളുടെ അടുത്ത് ചിക്കൻ മസാല ഇല്ലയെന്നുണ്ടെങ്കിൽ ലേശം ഗരം മസാല ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചിക്കൻ മസാല ഞാനൊരു 1/2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും ഗരം മസാല ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പിഞ്ച് മതി കേട്ടോ. ഒരുപാട് അങ്ങോട്ട് ആവണ്ട. ഒരുപാട് അങ്ങോട്ടായിട്ടുണ്ടെങ്കിൽ ഇത് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. നല്ലൊരു കുത്ത് ടേസ്റ്റ് ആയിരിക്കും വരിക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഗരം മസാലേൻ്റെ അളവ് കുറക്കും വേണം. പിന്നെ നിങ്ങളടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ചിക്കൻ മസാല തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും വല്ലാത്തൊരു ടേസ്റ്റ് വരും നമ്മൾ ഈ ഒരു ഫില്ലിങ്ങിന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളില്ല വിചാരിച്ചിട്ട് ആരും ടെൻഷൻ ആവണ്ട കേട്ടോ. നമ്മൾ ഈ ഇതുണ്ടല്ലോ ഗരം മസാല ചേർത്ത് കൊടുത്താലും ടേസ്റ്റ് വലിയൊരു കുറവൊന്നും ഉണ്ടാവില്ല. പക്ഷെ ചിക്കൻ മസാല ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുമെന്ന് മാത്രം. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞില്ലേ ഉരുളൻകിഴങ്ങ് തീമച്ചീനിന്ന് ഈ ഒരു പച്ചപ്പട്ടാണിൻ്റെ കൂടെ. അപ്പോൾ അത് ഈ തൊലിയൊന്നും കളയാതെ കേട്ടോ തീമച്ചീനി ഒരു 4 ചീന്താക്കി വെച്ച് കൊടുത്തിട്ട് ഇനിയിപ്പോൾ നമുക്ക് എന്താ അറിയോ, നമ്മൾ ഈ ഒരു ഉരുളൻകിഴങ്ങൊക്കെ ആദ്യം തന്നെ തൊലി കളഞ്ഞിട്ട് തീമ വെക്കണതിനേക്കാളും നല്ലത് എപ്പോഴും നല്ലത് വെന്തിൻ്റെ ശേഷം തൊലി അടർത്തിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തൊലിയൊക്കെ അടർന്ന് കിട്ടും. അപ്പോൾ പിന്നെ ഞാൻ ഉടച്ചെടുക്കണത് ഈ ഒരു സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് പ്രസ് ചെയ്താലും വളരെ പെട്ടെന്ന് തന്നെ നല്ലോണം ചപ്പിളിപ്പിളി ആവും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നല്ലോണം വേവിച്ചത്. അപ്പോൾ അതൊക്കെ റെഡിയായി. ഈ ഒരു ലേശം ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ആവശ്യമുള്ള ഉപ്പൊക്കെ നിങ്ങൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഉപ്പൊക്കെ പാകമുണ്ടോ നോക്കുക. അങ്ങനെ നമുക്ക് നല്ലൊരു ഫില്ലിംഗ് ആണ് കേട്ടോ റെഡി ആയിട്ടുള്ളത്. അപ്പം ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ വെള്ളമൊന്നും ചേർക്കണില്ല. നമ്മൾ ഈ മാവിൽ വെള്ളമൊന്നും ചേർക്കാതെ ചോറ് അരച്ചിട്ടാണ് കേട്ടോ ചേർക്കണത്. എന്താ വെച്ചാൽ നമ്മൾ സാധാരണ അരിപ്പൊടി വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ അത്യാവശ്യം നല്ല ക്രിസ്പി ആവുകയും ചെയ്യും. എന്നാൽ ഈ ഒരു നമ്മൾ ചോറ് വെക്കണ അരിയിട്ട് വെക്കണ ചോറായതുകൊണ്ട് തന്നെ ചോറ് വെക്കണ അരി എന്ന് പറഞ്ഞാൽ പച്ചരി അല്ല എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം കേട്ടോ. നമ്മൾ ചോറ് വെക്കണ അരി ചോറ്റരി എന്നാണ് നമ്മളെ ഭാഷയിൽ പറയൽ. അപ്പോൾ ചോറ്റരിട്ട് വെച്ചതാവുമ്പോൾ നല്ല ടേസ്റ്റ് ആവട്ടെ ആ ഒരു ചോറ് അരച്ചിട്ട് ഇതിലേക്ക് ചേർക്കുമ്പോൾ. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഗ്ലാസ് ചോർക്ക് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ 2 ഗ്ലാസ് അരിപ്പൊടിയും. ഏത് ഗ്ലാസ്സിലാണോ നിങ്ങൾ അരിപ്പൊടി എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്ലാസിൻ്റെ 2 ഗ്ലാസ് അരിപ്പൊടി എടുക്കുകയാണെങ്കിൽ 1 ഗ്ലാസ് ചോറ് എടുക്കുക, 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കുക.
അതിൽ നിങ്ങൾ 4 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 2 ഗ്ലാസ് ചോറ് എടുക്കുക, 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. അങ്ങനെ ആകുമ്പോൾ കറക്റ്റ് പാകമായിട്ട് വെള്ളം ഒക്കെ ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ വെള്ളം കുറച്ച് കുറഞ്ഞ് വിചാരിച്ചിട്ട് ആരും ടെൻഷൻ ആവേണ്ട. വേണമെങ്കിൽ ലേശം ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് ശരിയാക്കി എടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ചോറ് അരച്ചതൊക്കെ കുറവാണെങ്കിൽ ലേശം ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മാവ് നല്ല പാകത്തിന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ മാവൊക്കെ പെട്ടെന്ന് കുഴഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ സാധാരണ നെയ്സ് പത്തിരിക്ക് നല്ലോണം കുഴച്ചെടുക്കും. പക്ഷെ നമുക്ക് ഈ കട്ടിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വല്ലാതെ അങ്ങോട്ട് കുഴക്കില്ലല്ലോ, അതേമാതിരി കുഴച്ചാൽ മതി കേട്ടോ. നല്ലോണം കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാനേ ഒരു 2 നെയ്സ് പത്തിരിൻ്റെ 2 പത്തിരിൻ്റെ കട്ടിയിലുള്ള വട്ടെടുത്തുക്കണേ. അങ്ങനെ ഇതൊരു 5 വട്ടാണ് കേട്ടോ എടുത്തുക്കണത്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. പരത്തിയെടുക്കുമ്പോൾ നെയ്സായിട്ടൊന്നും തിന്നായിട്ടൊന്നും പരത്തിയെടുക്കണ്ട. അതേപോലെ തന്നെ വട്ടത്തിൽ വേണമെന്നില്ല, അതേപോലെ ചെറുതായിട്ടൊന്ന് നീണ്ട് കിടന്നോട്ടെ കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കട്ടിയും വലിപ്പമൊക്കെ നിൽക്കുന്നത്. ഇനി നമുക്കൊരു സ്പാച്ചിൽ വെച്ചിട്ടോ അതല്ലെങ്കിൽ കത്തി വെച്ചിട്ടോ ഒക്കെ നടുവിനൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടാ ഇതുപോലെ നമ്മൾ പണ്ടൊക്കെ ആപ്പിലെ കുമ്പിളുത്തുമല്ലോ കഞ്ഞിയൊക്കെ കുടിച്ചാൽ. നമ്മൾ സാധാരണ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ കുമ്പിളൊക്കെ കുത്തി കളിച്ചിട്ടുണ്ടാവുമല്ലോ, അങ്ങനെ കേട്ടോ. അങ്ങനെ കുമ്പിൾ കുത്തിയിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഫില്ലിങ് ഇട്ട് കൊടുക്കുക. ഒരുപാട് അങ്ങോട്ട് ഇടണ്ട, ഒരു 2 ടേബിൾ സ്പൂണോളം ഫില്ലിങ് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. നിങ്ങളിപ്പോൾ ഇനിയിപ്പോൾ മൈദയിൽ വെച്ചാണ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ ലേശം മൈദപ്പൊടി പശ ആക്കി എടുത്തിട്ട് ഇതിൻ്റെ സൈഡിലൊക്കെ ഒട്ടിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് ഈ ഒരു പത്തിരിൻ്റെ ഇതുകൊണ്ട് തന്നെ അവിടെ ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാൻ അങ്ങനെയാണ് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ അത് പൊട്ടിച്ചാടുന്ന ഒരു പേടി നിങ്ങൾ പേടിച്ചണ്ട. അപ്പോൾ ഒന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ. എന്താ വെച്ചാൽ ഇനിയിപ്പോൾ നിങ്ങൾ വീഡിയോയിൽ എങ്ങനെ കാണുന്നത് എനിക്കറിയില്ല, നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. ഈ ഒരു കുമ്പിളിൻ്റെ ഇവിടെ സൈഡിലൊക്കെ നല്ലൊരു ഏപ്പും അതേപോലെ തന്നെ നമ്മൾ ഈ കുമ്പിൾ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഒട്ടിച്ചെടുക്കുമ്പോൾ പ്രത്യേക ഒരു ചുറുക്കുണ്ട് കേട്ടോ. നമ്മളെ സമൂസൻ്റെ ഒന്നും പോലല്ല, സമൂസക്കും നല്ല ചുറുക്ക് തന്നെയാണ്, പക്ഷെ ഇത് വേറെ രസമാണ് കേട്ടോ കാണാൻ. പിന്നെ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇനിയിപ്പോൾ നിങ്ങളടുത്ത് മൈദപ്പൊടി അരിപ്പൊടി ഇല്ലാത്തപോലെ മൈദയിൽ വെച്ചോളി. പക്ഷേ ഈ മൈദനേക്കാളും നല്ലത് അരിപ്പൊടിയായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. പക്ഷെ ഒരു ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. പക്ഷെ മൈദയിൽ ചെയ്താലും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ലാസ്റ്റ് അല്ലേ, അപ്പം ഞാനിത് ഒരു ഉരുട്ടി ഇങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പം അതേമാതിരി നിങ്ങൾക്ക് ചിറ്റണോർത്ത് പാക്കൊക്കെ ആണെങ്കിലും തോന്നിയ മാതിരി ചിറ്റുകാണ്ട് ഈ ഒരു ഫില്ലിങ്ങും ഈ ഒരു ചോറും അരിപ്പൊടിയും വെച്ചിട്ട് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ഏത് രീതി ഏത് മോഡലിലും പൂവാട മോഡലിലോ ഏത് മോഡലും നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയെടുക്കട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇത് ലാസ്റ്റ് ആയപ്പോൾ ഇങ്ങനെ ഏതായാലും ഞാൻ ഇതിവിടെ വെച്ചപ്പോൾ അതിൻ്റെ ആ കോണൊക്കെ പോയി പൊട്ടി. പിന്നെ അതൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു പാപിച്ച് രൂപത്തിലാക്കി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ എണ്ണൊക്കെ തളിച്ചിട്ടോ. അപ്പോൾ എണ്ണ തിളക്കാതെ വെച്ചാൽ ഇതിനിപ്പോൾ മറിച്ചിടാൻ കിട്ടൂല എന്നുള്ള ഒരു ടെൻഷനും വേണ്ട. ചില സംഭവങ്ങളൊക്കെ നമ്മൾ എണ്ണ ചൂടാകാതെയും ചട്ടി ചൂടാതെയൊക്കെ ഇട്ട് കൊടുത്താൽ ആകെ കുളമാവും. ഇപ്പോൾ ഒരു മീൻ പൊരിക്കുകയാണെങ്കിൽ പോലും എന്താ വെച്ചാൽ നമ്മളിപ്പോൾ എണ്ണ ചൂടാതെ മീനിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ മീൻ അടിയെ പിടിച്ച് ഒരു സുഖം ഉണ്ടാവില്ല. പക്ഷേ ഇതെന്താ വെച്ചാൽ ഒരു കുഴപ്പമില്ല കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ മറിച്ചിടാനൊക്കെ കഴിയുന്നുണ്ട്. അപ്പോൾ ഏതായാലും നിങ്ങൾ എണ്ണ ചൂടായിട്ട് തന്നെ ഇട്ട് കൊടുത്തോളി. ഞാൻ ഏതായാലും അന്തം വിട്ട് പോയതാണ്. അപ്പോൾ ഇതാ കണ്ടില്ല, ഒരു സൈഡ് നല്ലോണം ഞാൻ ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ വെക്കുന്നത്. ലോ ഫ്ലെയിമിലോ മീഡിയം ടു ലോ ഫ്ലെയിമിലോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെച്ചാലും ഇത് പുറം ഭാഗം നല്ലോണം ക്രിസ്പിയായി കിട്ടണം, അത്രയേ ഉള്ളൂ. കാരണം ഉള്ളിലെ എല്ലാ സംഭവങ്ങളും നമ്മൾ നല്ലോണം വേവിച്ചതായതുകൊണ്ട് തന്നെ ഇതിനെ പിന്നെ ഇപ്പോൾ ഒരുപാട് കത്തിക്കണം, അങ്ങനെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യണം, അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഈ ഒരു പുറം ഭാഗം ഒന്ന് ക്രിസ്പി ആയാൽ തന്നെ നമ്മൾ ഈ ഒരു പലഹാരം റെഡി ആയിട്ട് കിട്ടും. നല്ലൊരു മണം കിട്ടും. ഈ അടുക്കള ഒന്നായിട്ട് നല്ലൊരു സ്മെല്ലാണ്. കാരണം ചിക്കൻ മസാല കെട്ടതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ആ ഒരു ഫില്ലിങ്ങിന് വല്ലാത്തൊരു സ്മെല്ലുണ്ട് കേട്ടോ. ആ ഒരു ഫില്ലിങ് വെച്ചിട്ടുണ്ടാക്കുന്നതായതുകൊണ്ട് തന്നെ ഇത് ചൂടുള്ള കട്ടൻ ചായൻ്റെ കൂടൊക്കെ ഉണ്ടല്ലോ, ഒരെണ്ണം കിട്ടിയാൽ മതി. പിന്നെ ഇത് എണ്ണ കുടിക്കുന്ന പ്രശ്നം ഒന്നുമില്ല. അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ ആ ഒരു പുറം ഭാഗത്തൊരു ക്രിസ്പി ആവുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഇനി എണ്ണ ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് പോലും ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് കഴിക്കട്ടോ. അപ്പോൾ ഇതാ ഞാൻ 3 എണ്ണോ 4 എണ്ണോ എത്രണ്ണം വെച്ചിട്ട് നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കട്ടോ. ഞാനൊരു 3 എണ്ണം വെച്ചിട്ടാണ്. കണ്ടില്ലേ, കാണാൻ എന്ത് ഭംഗിയുണ്ടല്ലേ. എന്നാൽ അതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ്ങിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഒട്ടും ഒന്നും ചിന്തിക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ വേണ്ടി പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടാക്കിക്കൊള്ളേണ്ടി, വേറെ ഒന്നും ചിന്തിക്കണ്ട. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നത് ചാടി പോയിക്കണം. നല്ല ചൂടല്ല, അപ്പോൾ ഒരു ചൂടായപ്പോൾ ചാട്ടൊക്കെ ഉണ്ട്, പിന്നെ എടുക്കാം.
അപ്പോൾ ഏതായാലും നോക്കിയാണെങ്കിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ വെച്ചാൽ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇത് വല്ല ചിക്കനോ ബീഫൊക്കെ നിങ്ങളെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫില്ലിങ്ങിൻ്റെ കൂടെ കുറച്ച് ഇട്ട് കൊടുത്താൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ ചോറില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചാൽ മതി. ഈ ഒരു പൊടി കുഴക്കണ സമയത്ത് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. പിന്നെ വെള്ളം കൂടണ്ട കേട്ടോ, വെള്ളം കൂടൊന്നും വേണ്ട. അപ്പോൾ ദാ നമ്മൾ പാമ്പുച്ചിന് വരെ പൊരിച്ചെടുത്തിക്കണേ. ഇതാണ്ട് നല്ല മുരിഞ്ഞേണ് കേട്ടോ. നമ്മളെ വീട്ടിൽ ഒരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പലഹാരം ഉണ്ടാക്കി കൊടുത്താൽ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. പിന്നെ ഇപ്പോൾ ഏത് പൊടിയിലെന്നുള്ളിൽ യാതൊരു കാര്യമില്ല കേട്ടോ. നിങ്ങൾക്ക് ഏത് പൊടിയിലാണോ ഇഷ്ടമായി തോന്നുന്നത് ആ ഒരു പൊടിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ചില ആളുകൾക്ക് അരിപ്പൊടിയിലായിരിക്കും ഇഷ്ടമുണ്ടാവുക, ചിലർക്ക് മൈദയിലാവും ഇഷ്ടമുണ്ടാവുക, എന്നാൽ ചിലർക്ക് ഗോതമ്പ് പൊടിയിലായിരിക്കും ഇഷ്ടമുണ്ടാവുക. പക്ഷെ എനിക്ക് ഇത്തരം പലഹാരങ്ങളൊക്കെ ഇഷ്ടം മൈദയിലും അരിപ്പൊടിയിലാണ് കേട്ടോ. പക്ഷെ അധികം ആളുകൾക്കും ഗോതമ്പ് പൊടിയിൽ ഇത്തരം പലഹാരങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഇതാ ഞാൻ ഈ പാമ്പച്ചിനെ മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. അവിടെ നിൽക്കട്ടെ. ഏതായാലും കൊണ്ടൊക്കെയാണ് എല്ലാം ഒന്നിനൊന്ന് മെച്ചാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നമ്മളെ മക്കളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്തേക്കൊക്കെ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഓൽക്കൊക്കെ ഇപ്പോൾ നമ്മളൊരു എന്താണ് സമൂസൊക്കെ കഴിക്കണം അതേ ടേസ്റ്റാണ് കേട്ടോ ഉള്ളത്. ഇനിയിപ്പോൾ ഇത് മൈദയിലും കൂടെ ആയിക്കഴിഞ്ഞാൽ വെറും സമൂസ ടേസ്റ്റ് തന്നെയായിട്ട് വരും. നമ്മൾ പരിപ്പൊടിയിലായതുകൊണ്ട് ഇത് വേറൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. പിന്നെ ആ ഒരു കരിഞ്ചീരകമൊക്കെ ഉണ്ടല്ലോ, ആ ഒരു കരിഞ്ചീരകമൊക്കെ ഇതിൽ പൊരിഞ്ഞ് കിടക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. കരിഞ്ചീരകമൊക്കെ ഇതിന് നല്ലൊരു കോംബോ ആണ്. പിന്നെ ഇതാ ഞാൻ ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. കാരണം ഒരുപാട് കൂട്ടുകാർ നമ്മളോട് പറയാറുണ്ട് ഏത് പലഹാരം ഉണ്ടാക്കിയാലും മുറിച്ച് കാണിച്ചു തരണം, അപ്പോഴാണ് അതിൻ്റെ ഉള്ളിൻ്റെ ഒരു ഭംഗി ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുള്ളൂ എന്നൊക്കെ. അപ്പോൾ ഇതാ ഞാൻ മുറിച്ച് കാണിച്ചു തന്നില്ലേ, നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ പറയാൻ മാത്രമല്ല, ഇത് നമ്മൾ കരിഞ്ചീരകമൊക്കെ ഇട്ടിട്ടുള്ള മാവും കരിഞ്ചീരകത്തിൻ്റെ പത്തിരിമേ കരിഞ്ചീരകം ആക്കിയിട്ടൊന്ന് പൊരിച്ചു വയ്ക്കും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു കരിഞ്ചീരകം ഇട്ടിട്ട്. പിന്നെ ഇതിൻ്റെ ഫില്ലിങ്ങിൻ്റെ കാര്യം പറയാനില്ലല്ലോ, എന്തെല്ലാം സംഭവങ്ങളാണല്ലേ നമ്മൾ ഈ ഒരു ഫില്ലിങ്ങിൽ ഇട്ടെടുത്തത്. അപ്പം എല്ലാവരും ഇപ്പോൾ ഇതാ ആ പാമ്പുച്ചിന് മുറിച്ചിട്ടോ. പാമ്പുച്ചിൻ്റെ ഉള്ളു അടിപൊളി ടേസ്റ്റായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ടേസ്റ്റ് എന്ന് പറയാൻ കഴിച്ച് നോക്കിയിട്ടില്ലെങ്കിലും ഇതിൻ്റെ ആ ഒരു സ്മെല്ല് നമുക്ക് അടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിന് എത്രത്തോളം ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ ഇത് കുറേ നേരമായിട്ട് ഇതിൻ്റെ സ്മെല്ല് ഇങ്ങനെ, ഇന്നിപ്പോൾ സ്കൂളൊന്നും ഇല്ലല്ലോ മക്കൾക്ക്. അപ്പോൾ ഓരിങ്ങനെ പല കളിയും ഗെയിമും മറ്റത് മറിച്ചതൊക്കെ ആയിട്ട് ഇങ്ങനെ, അപ്പോൾ റൂമൊക്കെ ഇങ്ങനെ സ്മെല്ല് വന്നപ്പോഴേ കുറേ നേരമായിക്കണേ പൊരിക്കാൻ തുടങ്ങും. നമ്മൾ ആ ഒരു ഫില്ലിങ് റെഡിയാക്കുന്ന സമയത്ത് തന്നെ മെച്ചി ആയോ ചോദിക്കുന്നുണ്ട്. പിന്നെ കുട്ടികളൊക്കെ ഇങ്ങനെ പോകാൻ നിൽക്കാൻ പറയും, നിങ്ങൾ പോവല്ലേ, ഏതായാലും ഇത് ആവാനായല്ലോ എന്ന്. അപ്പോൾ കുട്ടികളൊക്കെ കൂടി അവർക്ക് നല്ല ഇഷ്ടമായിന് കേട്ടോ, നല്ല ഇഷ്ടമായിന്. അപ്പോൾ നിങ്ങളെ മക്കൾക്കും നിങ്ങളിതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി കൊടുക്കി. നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന അരിപ്പൊടിയോ ഗോതമ്പൊടിയോ മൈദപ്പൊടിയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെക്കുക. അതുപോലെ തന്നെ ഉള്ളി മാത്രം മതി മക്കളെ, ഉള്ളി ഇഞ്ചി പച്ചമുളക് ഈ ഒരു സംഭവങ്ങൾ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാൻ ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കണേ. അപ്പോൾ മറന്നവരുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ലൈക്ക് ചെയ്താലും മതി. നിങ്ങളുടെ സപ്പോർട്ടും ലൈക്കും ഒക്കെ തന്നെയാണ് കേട്ടോ നമ്മുടെ ചാനലിൻ്റെ വിജയം. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. കമൻറ്റ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾക്കിത് ഇഷ്ടമായിക്കണമെന്നൊക്കെ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടും ഇതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാം. അപ്പം മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി, മക്കളൊക്കെ കഴിച്ചിട്ടുണ്ട്. അവർക്ക് ചായ ഒന്നും ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല, ഇനി സമയമില്ല, എനിക്കിത് എഡിറ്റ് ചെയ്യും വേണം. അപ്പം ഞാൻ വെള്ളം നല്ല അടിപൊളി പച്ചവെള്ളം കൊടുത്തു കേട്ടോ. നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.